ആരും പറയാത്ത കാര്യങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം. നമ്മുടെ ആരും പറയാത്ത കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. മറ്റ് മിക്കവാറും പറയുന്നതെല്ലാം ആരും പറയാത്ത കാര്യങ്ങളാണ്. എല്ലാവരും ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ശരിക്കും ഒരു മാറ്റം വരുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആരും പറയുന്നില്ല. എല്ലാവരും അതിങ്ങനെ പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ കാര്യമായിട്ടൊരു മാറ്റം വരാത്തത്. നമ്മുടെ പഴയ നീതിന്യായ സംവിധാനവും ആ ഭരണ സംവിധാനവും നമ്മുടെ ഭരണഘടനയും ഒക്കെ അതേപടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാറ്റമില്ല. ഇതൊക്കെ കംപ്ലീറ്റ് മാറ്റം വരുത്തണം. മാറ്റം വന്നാലേ ശരിയാവുള്ളൂ. അപ്പം ഇന്നിപ്പോൾ പറയാൻ പോണത് ഈ കോടതിയാണ് ഒരാൾക്ക് ശിക്ഷ വിധിക്കുന്നത്, അല്ലേ? ഇപ്പൊ ഒരു സ്ത്രീയുടെ ഭർത്താവിനെ ഒരാൾ കൊന്നു. ആ കൊന്ന ആളെ കോടതിയാണ് ശിക്ഷ വിധിക്കുന്നത്. കോടതി ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ശിക്ഷ വിധിക്കുന്നത്. അയാൾ ഇതിനു മുമ്പ് വലിയ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. അയാൾ ചെറുപ്രായമാണ്. അങ്ങനെ കുറേ പരിഗണനയൊക്കെ വെച്ച് കുറേ കാര്യങ്ങളൊക്കെ വെച്ച് കൺസിഡർ ചെയ്തുകൊണ്ടാണ് കോടതി വിധി പ്രഖ്യാപിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള മിക്കവാറും വലിയ നേരത്തെ കേസുകളിലൊന്ന് എന്താ പറഞ്ഞ സ്ഥിരം ക്രിമിനൽസിലേക്കാണ് വധശിക്ഷ കിട്ടുന്നത്. അതായത് ഒരാളെ കൊന്നു, അതിനുശേഷം വേറൊരാളെ കൊന്നു, അങ്ങനെയുള്ള എന്താ പറഞ്ഞ ഈ സീരിയൽ കില്ലേഴ്സ്. പണ്ടൊരു റിപ്പർ എന്നൊക്കെ പറഞ്ഞ് റിപ്പർ ചന്ദ്രൻ അങ്ങനെ ഒരാളെയൊക്കെ അങ്ങനെ കൊന്നിട്ടുണ്ട്. അതല്ലാത്ത കേസുകളൊന്നും കോടതി വധശിക്ഷ കൊടുക്കാറില്ല. അത് ഇവിടെ ആരും പറയാത്ത കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോടതിയുടെ ചുമതല എന്ന് പറഞ്ഞാൽ ഈ കുറ്റം തെളിയിക്കപ്പെട്ടോ എന്ന് തീരുമാനിക്കൽ മാത്രമേ. കോടതി ഒരു കുറ്റവാളിയെ അറസ്റ്റ് ചെയ്ത് അയാൾക്കെതിരായിട്ടുള്ള തെളിവുകൾ ഉണ്ടാക്കി കുറ്റം ചാർജ് ചെയ്ത് വിചാരണയൊക്കെ കഴിഞ്ഞ് കോടതി വിധി പ്രഖ്യാപിക്കും. വിധി പ്രഖ്യാപിക്കുന്നതിൽ ഇയാൾ ഈ പറയുന്ന കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. മനസ്സിലായോ? ശിക്ഷ വിധിക്കാൻ പോകണ്ട. അയാൾക്ക് വധശിക്ഷ കൊടുക്കണോ, ഇപ്പൊ കൊലപാതകം വധശിക്ഷ കൊടുക്കണോ, അതല്ലെങ്കിൽ ജീവപര്യന്തം കൊടുക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് കോടതിയല്ല. ഇത് ആർക്കു വേണ്ടിയാണ് ഈ കുറ്റം ചെയ്തവർ, ഇത് ആർക്കു വേണ്ടിയാണ് ഈ കോടതി ഈ പ്രോസസ്സൊക്കെ നമ്മുടെ നീതിന്യായ സംവിധാനത്തിന്റെ ഈ പ്രോസസ്സുകളൊക്കെ ആർക്കു വേണ്ടിയിട്ടാണ്? ഈ കുറ്റം ഇരയ്ക്ക് വേണ്ടിയാണ്. ഈ സ്ത്രീയാണ്, ആ സ്ത്രീയുടെ ഭർത്താവാണ് കൊല്ലപ്പെട്ടത്. ഈ സ്ത്രീക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ ഇത് പറ്റും. അവര് നിയമമൊന്നും ഇല്ലെങ്കിൽ അയാളെ വേറെ ആളുകളെ വിളിച്ച് തല്ലിച്ച് അയാളെ കൊല്ലും. അപ്പൊ അങ്ങനെ സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ഇത് ഏറ്റെടുത്തിട്ട് ചെയ്യുന്നത്. പക്ഷെ ഗവൺമെന്റ് ഏറ്റെടുത്ത് ചെയ്തോ? കാരണം ഇതൊക്കെ വിചാരണയും തെളിവ് ശേഖരണവും ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. അതൊക്കെ പോലീസിനുള്ള തെളിവ് ശേഖരണവും ഒക്കെ പറ്റുള്ളൂ. പക്ഷെ ഞാനിവിടെ പറയുന്നത്, ആരും പറയാത്ത കാര്യങ്ങൾ എന്നുള്ള പുസ്തകത്തിൽ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, വിധി പ്രഖ്യാപിക്കുന്നത് ഈ കൊല്ലപ്പെട്ട ആളുടെ ഭാര്യയും. മനസ്സിലായോ? അതിലിപ്പോ ഭാര്യയാണ് കൊല്ലപ്പെട്ടെങ്കിൽ ഭർത്താവ് അടുത്ത ബന്ധുവാണ് ശിക്ഷ വിധിക്കേണ്ടത്. മനസ്സിലായി? എന്നാലേ അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷ കൊടുക്കുള്ളൂ അമ്മ, അല്ലേ? ഇതിപ്പോ കോടതി പറഞ്ഞ് തെളിവൊന്നുമില്ല, അയാള് കൃത്യമായിട്ട് തെളിവില്ലെന്നൊക്കെ പറഞ്ഞു പിടിയത്. അപ്പൊ അതുപോട്ടെ, തെളിവുണ്ടോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കുറ്റം തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ ശിക്ഷ വിധിക്കുന്നത് ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ ഏറ്റവും അടുത്ത ബന്ധുവായിരിക്കണം. എങ്ങനെയുണ്ട് താങ്കളുടെ അഭിപ്രായം? എന്താ? അതെ, പറയുന്നതില് കാര്യമുണ്ട്. ശരിയല്ലേ? അതെ. നമ്മള് ഈ നമ്മുടെ ന്യൂട്ടൺസ് ലോയിൽ പറയുന്നതാ, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ. അതിൽ പറയുന്നത് ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് നമ്മൾ ഒരാളെ തല്ലിക്കഴിഞ്ഞാൽ തിരിച്ചു തരണം. തിരിച്ച് നമുക്ക് തല്ലാൻ പറ്റാത്തത് കൊണ്ടാണ് സർക്കാർ സംവിധാനം, പോലീസും കോടതിക്ക് വരുന്നത്. അപ്പൊ അത്
അത് പ്രതികാരമൊന്നും അല്ലത്, പ്രതികാരമല്ല. കുറ്റം ചെയ്താൽ ശിക്ഷ കിട്ടും എന്നുള്ള ഒരു ബോധ്യം, ഒരു ജനങ്ങൾക്കൊരു അവയർനെസ് വരണം. കുറ്റം ചെയ്താൽ ശിക്ഷ കിട്ടുമെന്ന്. ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞാൽ ആളുകൾ ഇത് മാറി നിൽക്കുള്ളൂ. അതെ, മനസ്സിലായോ? ഇപ്പം അതല്ല, ഇപ്പം ജനങ്ങൾക്ക് വാസം പറഞ്ഞ് ഒരുപാട് വർക്ക് ചെയ്തിരുന്നും ഈ നീതിന്യായ സംവിധാനത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട്. കാരണം എന്താ പറയുക, പല കേസുകളിലും അവസാനം കോടതി അവന് വധശിക്ഷ കിട്ടുമെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും ജീവപര്യന്തം. ജീവപര്യന്തം എന്താ, അവൻ കുറച്ച് ആൾ പോയി അവിടെ പോയി ചപ്പാത്തിയും ചിക്കനൊക്കെ തിന്ന്, അല്ലേ? അപ്പം അതുകൊണ്ട് അതുകൊണ്ട് ഒരുപാട് പേര് ഈ നിയമം കയ്യിലെടുക്കുന്നുണ്ട്. അതായത് കോടതിയും പോലീസും കൊണ്ട് ഒരു കാര്യമൊന്നുമില്ല, കൊന്നവനെ തിരിച്ചങ്ങോട്ട് കൊല്ലുക. നമ്മുടെ രാഷ്ട്രീയത്തിലൊക്കെ നടക്കുന്നതാണ്. രാഷ്ട്രീയത്തിൽ കൊന്നവനെ തിരിച്ച് കൊല്ലുകയാണ് അങ്ങോട്ട്. കാരണം അതേ നടക്കുള്ളൂ. അയാൾ കോടതിയിൽ വർഷങ്ങൾ നീണ്ട് ഇങ്ങനെ വിചാരണ, ഇങ്ങനെ അവതാരം ഒന്നുമില്ല, ജീവപര്യന്തം. അപ്പോൾ വധശിക്ഷ വിധിക്കുന്നത് അടുത്ത ബന്ധുവായിരിക്കണം. മനസ്സിലായി? അയാൾക്ക് ആ ബന്ധുവിന് തീരുമാനിക്കാം അയാൾക്ക് വധശിക്ഷ കൊടുക്കണോ അതല്ലെങ്കിൽ, മനസ്സിലായി? അവിടെ ഇപ്പോൾ എവിടുന്ന് എല്ലാം കഴിയുമ്പോൾ ഒരു ദയാഹർജി രാഷ്ട്രപതിക്ക്. ആ രാഷ്ട്രപതി എന്താ കാര്യം എനിക്ക്? അല്ല, രാഷ്ട്രപതിക്ക് ഇതിനകത്ത് എന്താ കാര്യം? ആ ഒരു കൊല്ലപ്പെട്ട ഒരാളുടെ ഭാര്യ അവരെങ്ങനെ ജീവിക്കുന്നു, അവര് എന്തോ ഒരു കഷ്ടപ്പാട് അതൊന്നും രാഷ്ട്രപതിക്ക് വല്ലതും അറിയണോ? രാഷ്ട്രപതിക്ക് അവിടെ നിന്ന് ദയാഹർജി കൊടുത്ത് അയാളെ ദയാഹർജി അനുവദിച്ചു. ഇതൊക്കെ എടുത്ത് കളയണമെന്നേ. നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലുള്ള ഒരു പ്രത്യേക നിയമമുണ്ട്. അവിടെ ഈ ദയാഹർജിക്കൊന്നും വിലയില്ല. അതാണ് ഈ ശരീഅത്ത് നിയമത്തിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ ഇവിടുത്തെ സുപ്രീം അതോറിറ്റിയാണ് രാഷ്ട്രപതി. അതോറിറ്റിക്ക് രാഷ്ട്രപതി വിചാരിച്ചു കഴിഞ്ഞാൽ വെറുതെ വിടാം. പക്ഷെ ഗൾഫ് രാജ്യങ്ങളിൽ പറ്റില്ല. അവിടുത്തെ ഭരണാധികാരി, അവിടുത്തെ ഏറ്റവും ഷെയ്ഖ, ഭരണാധികാരിക്ക് ഈ ശരീഅത്ത് നിയമത്തിൽ ഇടപെടാനുള്ള അവകാശമില്ല. ശരീഅത്ത് കോടതി ഒരാളെ കൊല്ലാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇടപെടാൻ പറ്റില്ല. അവർക്ക് അവരുടെ കയ്യിൽ അപ്പീൽ കൊടുക്കാനും പറ്റൊന്നുമില്ല. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ചെയ്യാൻ പറ്റുന്നത് ബ്ലഡ് മണി, കാശ് കൊടുത്തിട്ട് രക്ഷപ്പെടാനേ പറ്റുള്ളൂ. അപ്പം അത് അവരുടെ അടുത്ത് അങ്ങനെയുള്ള അതൊക്കെ വാസം പറഞ്ഞല്ല. ഇവിടെ എന്താ, ഇവിടെ ഈ രാഷ്ട്രപതി എന്ന് പറഞ്ഞ് ഒരുത്തനോടെ കയറിയിരിക്കുന്നുണ്ട്. അയാൾക്ക് ഈ കൊല്ലപ്പെട്ട ആളുടെ കാര്യം അയാൾ വല്ലതും അറിയണ്ടോ? അവരങ്ങനെ ജീവിക്കണം. അപ്പം ആ കൊല്ലപ്പെട്ട സ്ത്രീ വിധിച്ചാൽ മതി. ജഡ്ജിയല്ല വിധിക്കുന്നത്. ജഡ്ജിയുടെ പണി എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ട ആളുടെ അടുത്ത ബന്ധു ആണ്. ജഡ്ജിയുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറ്റം തെളിയിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കില്ല മാത്രം. അയാൾക്ക് ശിക്ഷ ചിലപ്പോൾ വധശിക്ഷ കൊടുക്കാം. ജീവപര്യന്തം ഈ നിയമം അനുസരിച്ച് എന്ത് ശിക്ഷ എന്ന് പറയുന്നില്ല. ഇതിന് വധശിക്ഷ ജീവപര്യന്തം മുതൽ വധശിക്ഷ എന്ത് വേണോ അത് കൊല്ലപ്പെട്ട അടുത്ത ബന്ധുവിന് തീരുമാനിക്കാം. മനസ്സിലായി? അതൊക്കെയാണ് ഞാൻ പറയുന്ന കാര്യം. അപ്പോൾ ഒരു കാര്യം പറഞ്ഞ് നിർത്താം. അപ്പോൾ ഈ വധശിക്ഷ കൊടുക്കുന്നത്, ഈ വധശിക്ഷ നമ്മുടെ ഇന്ത്യയിൽ കൊടുക്കുന്നത് തൂക്കിക്കൊല്ലൽ. വസ്തു പറഞ്ഞാൽ ആരും കൊല്ലാറൊന്നുമില്ല. ഇവിടെ കേരളത്തിൽ 30 വർഷത്തിന് മുമ്പേറ്റെ ഒരു റിപ്പർ ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരുത്തനെ കൊന്നു. 30 വർഷമൊക്കെ അതിന് ഇവിടെ ഒന്നും ആരും കൊന്നിട്ടില്ല. ഇവിടെ എത്രയോ പേരെ അതിനുശേഷം ഒരു 100-ലധികം പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട്. ആരും കൊന്നിട്ടില്ല. എല്ലാവരും അവിടെ സൂചിച്ചിരിക്കുക. കുറെ കഴിയുമ്പോൾ 20-25 കൊല്ലം കഴിയുമ്പോൾ കുറെ പറഞ്ഞു വിടും. അപ്പം ഈ വധശിക്ഷ ഇന്ത്യയിൽ കൊടുക്കുന്നത് തൂക്കിക്കൊല്ലല്. അപ്പം ഈ ശിക്ഷ കൊടുക്കുന്നത് എന്തിനാ? ശിക്ഷ കൊടുക്കുന്നത് ആളുകളെ ഭയപ്പെടുത്തി ആളുകളെ കുറ്റകൃത്യത്തിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടിയാ. അതെ അല്ലേ? അതെ. അല്ലാണ്ട് അതിനുവേണ്ടിയാണ് ശിക്ഷ കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ഈ ശിക്ഷ കൊടുക്കുന്നത് ജനങ്ങൾ കാണണം. ഞാൻ പറയുന്നത് ജനങ്ങളെ ഭയപ്പെടുത്തി കുറ്റകൃത്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടിയാണ് ശിക്ഷ കൊടുക്കുന്നത്. അതെ. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഈ ശിക്ഷ ജനങ്ങൾ കാണണം. അതെ. ശിക്ഷ കൊടുക്കുന്നത് ജനങ്ങൾ കാണണം. ഇവിടെ ആര് കാണുന്നു? ഇവിടെ ഏതോ ജയിലിൽ വെളുപ്പിന് 4 മണിക്ക് 5 മണിക്ക് എഴുന്നേറ്റ് ആറ് കൊണ്ടൊന്ന് തൂക്കിക്കൊല്ലും. അതായത് ജയിൽ മാനുവലിലെ ആ ടൈം വെച്ചിരിക്കുന്ന അതാണ്. അതായത് ഇന്ത്യ സ്വാതന്ത്ര്യ സമര കാലത്താണുള്ള അന്ന് ഒരുപാട് പേരൊക്കെ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്നിട്ടുണ്ട്. അപ്പം അവരുണ്ടാക്കിയ ജയിൽ മാനുവലാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. അത് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല.
അപ്പൊ അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെ കൊല്ലുമ്പോൾ ജനങ്ങളെ ഇളവും. അപ്പൊ അതുകൊണ്ട് ജനങ്ങളെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് വെളുപ്പിന് കൊണ്ടുവന്ന്, അതുപോലെ ഈ ഡേറ്റ് ഒന്നും പരസ്യമാക്കില്ലായിരുന്നു ആ കാലത്ത്. ഇന്ന തീയതിക്ക് കൊല്ലുമെന്നും പറയൂല. കൊല്ലുമെന്ന് പറഞ്ഞാൽ ആൾക്കാർ ചിലപ്പോൾ രാത്രിയൊക്കെ അവിടെ പോയി തങ്ങി നിൽക്കും. അപ്പൊ ഡേറ്റ് ഒന്നും പറയില്ല. പക്ഷെ ഇപ്പൊ ഡേറ്റ് ഒക്കെ പറയും, ഇന്ന ദിവസം കൊല്ലുമെന്ന് പറയും. ഈ പ്രതിയോട് അക്കാലത്തും പ്രതിയോട് പറയും, ഈ കൊല്ലപ്പെടാൻ പോകുന്ന വ്യക്തിയോട് പറയും ഇന്ന ദിവസം കൊല്ലുമെന്ന് പറയും. പക്ഷെ പൊതുജനങ്ങളൊന്നും അറിയിക്കില്ലായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ വധശിക്ഷ കൊടുക്കുന്നത് ജനങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയാ, ജനങ്ങൾ കുറ്റകൃത്യത്തിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടിയാ ശിക്ഷ കൊടുക്കുന്നത്. അപ്പൊ ഈ വധശിക്ഷ കൊടുക്കുന്നത് ഞാൻ പറയണത് അത് ലൈവ് ടെലികാസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞേ. എന്താ ലൈവ് ടെലികാസ്റ്റ് ചെയ്യണം. ഇവിടെ ലൈവ് ടെലികാസ്റ്റ് കാണണം, ആൾക്കാർ കാണണം. ജനങ്ങളെ അറിയാൻ വേണ്ടിയാണല്ലോ കൊല്ലണത്, അല്ലെ പിന്നെ കൊല്ലണ്ടായിരുന്നില്ലല്ലോ. ഇവിടെ ലൈവ് ടെലികാസ്റ്റ് ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ ലിബിയയിലെ ഗദ്ദാഫി ഇല്ലേ, ഏകാധിപതി, ലിബിയൻ ഏകാധിപതിയാണെന്ന് ഗദ്ദാഫിനെ പട്ടാള അട്ടിമറി നടത്തി ഭരണത്തിൽ നിന്ന് ഇറക്കാൻ ശ്രമിച്ച പട്ടാള ഉദ്യോഗസ്ഥരെ ഇവർക്ക് പെട്ടെന്ന് തന്നെ അവരെ പട്ടാള കോടതിയാണ് ഏതാനും ദിവസം കൊണ്ട് പട്ടാള കോടതി അവരുടെ വിചാരണയൊക്കെ പൂർത്തിയാക്കി അവർക്ക് തൂക്കിക്കൊല്ലാൻ വെച്ച്. 4 പേരായിട്ടാണ് തോന്നുന്നു. ഒരുപാട് വർഷമായി, 10-20 വർഷത്തിന് മുമ്പ്. അയാളെ ഏകാധിപതിയല്ലേ. എന്നിട്ട് എന്ത് ചെയ്ത് ഈ ഇവരുടെ വധശിക്ഷ നടപ്പാക്കിയത് ലൈവ് ടെലികാസ്റ്റ് ചെയ്ത്. അന്ന് TV ഒക്കെ വന്നിട്ടുണ്ട്, ടെലികാസ്റ്റ് ചെയ്ത്. അല്ലെ ഞാൻ പറയണ അത് ചെയ്യണമെന്ന് പറഞ്ഞേ അല്ലേ. ഈ വെളുപ്പിനൊന്നും ചെയ്യണ്ട, വെളുപ്പിന് ആൾക്കാർ കിടന്ന് ഉറങ്ങിയല്ലേ. ഒരു രാവിലെ 10 മണിക്ക് മതി എല്ലാവരും ചായയൊക്കെ കുടിച്ച് റെഡി ആയിട്ട് വേണമെങ്കിൽ ഞായറാഴ്ച കൂടെ ഞായറാഴ്ച ആൾക്കാർക്ക് ഒരു കണ്ടിരിക്കാമല്ലോ. അപ്പൊ രാവിലെ ആൾക്കാർ കാണട്ടെ അവരെ തൂക്കി വളർന്നത്. ജനങ്ങൾ കാണണമെന്നത്, ജനങ്ങൾ കണ്ടാലേ ഉള്ളത് ഇതുകൊണ്ട് ഉപകാരമുള്ളൂ, അല്ലാണ്ട് ആരും കാണുന്നത് അല്ലേ. അല്ലെ പിന്നെ കൊല്ലണ്ട. ഇവിടെ മിക്കവാറും രാജ്യങ്ങളിൽ വധശിക്ഷ നിർത്തി. ഇപ്പൊ ഇന്ത്യയിൽ മാത്രമല്ല നിർത്താത്തത്, ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യ ഉൾപ്പെടെ കുറെ രാജ്യങ്ങളിൽ മാത്രമാണ് നിർത്താത്തത്. അപ്പൊ വധശിക്ഷ നടപ്പാക്കിയത് ജനങ്ങൾ കാണട്ടെ, TV കാണിക്കട്ടെന്ന്. അതുപോലെ തന്നെ രാവിലെ കാണട്ടെ. അതുപോലെ വേറെ കാര്യം കൂടി ഞാൻ പറയണ്ട, അത് പറഞ്ഞ് നിർത്താം. അതായത് ഇയാൾക്ക് ഈ വധശിക്ഷ നടപ്പാക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇയാൾക്ക് മാപ്പ് കൊടുക്കാൻ, ഈ വധശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ ഈ അടുത്ത ബന്ധുവിന് പറ്റും. മനസ്സിലായോ? ഇയാൾക്ക് വധശിക്ഷ വിധിക്കുന്നതും ദയാഹർജി, അയാൾ ദയാഹർജി കൊടുക്കുന്നത് ഈ കൊല്ലപ്പെട്ട ബന്ധുവിനാണ്, അല്ലാണ്ട് രാഷ്ട്രപതിക്കൊന്നുമല്ല. കൊല്ലപ്പെട്ട ആളുടെ ബന്ധുവിനാണ് ഈ പ്രതി ദയാഹർജി കൊടുക്കുന്നത്, എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ആ ബന്ധുവിന് തീരുമാനിക്കാം ദയാഹർജി കൊടുക്കണമെന്ന്. അപ്പൊ അത് അവസാന നിമിഷം വരെ വേണമെങ്കിൽ കൊടുക്കാം. അന്നേരം അതിന്റെ ആ സസ്പെൻസ് ഉള്ളു. ഒരു പ്രതിനെ കൊണ്ടുവന്ന് കഴിമരത്തിന്റെ ചോട്ടിൽ നിർത്തി കറുത്ത തുണിയൊക്കെ ഇട്ട് കയറൊക്കെ കെട്ടി അപ്പോഴായിരിക്കും ഈ ബന്ധു പറയണത് വേണ്ട വിട്ടേരി. മനസ്സിലായി? അപ്പൊ ജനങ്ങൾ ഇതിങ്ങനെ നടപ്പാക്കി എന്ത് പറ്റും? അന്നത്തെ ദിവസം ജനങ്ങളെല്ലാം TV ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കും, ഇവനെ കൊല്ലൂല്ലേ. അപ്പോഴായിരിക്കും പെട്ടെന്ന് ഓടി വന്ന് അഴിച്ച് മാറ്റി. അല്ലേ? അപ്പൊ ഞാൻ പറയുന്നതൊക്കെ ആൾക്കാർക്ക് ചിരിക്കാനുള്ള വകയുണ്ട്. പക്ഷെ ഇതൊക്കെ നടപ്പാക്കണമെന്ന്. അല്ല പിന്നെ എന്തിനാ ഇവിടെ ചിരിക്കുക? എന്തിനാ ഈ പാടുപെട്ട് പോലീസ് ഇതെല്ലാം തെളിവുണ്ടാക്കി ഒരുപാട് കഷ്ടപ്പെട്ട് വിചാരണ നടത്തി എല്ലാം ചെയ്തിട്ട് അവസാനം അവനെന്താ ഒന്നുമില്ല. ഇപ്പൊ നമ്മുടെ ഈ കൊടുത്തായി ജോലി ഇപ്പൊ അവരുടെ ട്രയൽ നടന്നിട്ടില്ല, അവരിപ്പോഴും റിമാൻഡില്ല. മറ്റേ കിരൺ കുമാർ, മറ്റേ സൂരജ്, ഇവർക്കൊക്കെ എന്താ മറ്റേ വേർത്തുണ്ടല്ല, അനിഷാന്തി, നിനോ മാത്യു, ഇവരൊക്കെ ജയിലിൽ സുന്ദരമായിട്ട് അവിടെ നിന്ന് ജീവിക്കുകയാണ്. അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. അതങ്ങനെയല്ല, കുറ്റം ചെയ്തവന് ശിക്ഷ കൊടുക്കണം. അതിനകത്ത് പ്രതികാരമൊന്നും അല്ലത്, പ്രതികാരത്തിൻ്റെ ഒന്നുമല്ല. ഈ പ്രതികാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കുറ്റം ചെയ്തവന് ശിക്ഷ കൊടുക്കുന്നത് പ്രതികാരമല്ല, കുറ്റം ചെയ്ത ശിക്ഷ കിട്ടുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. മനസ്സിലായി? അപ്പോൾ ന്യൂട്ടന്റെ 3rd law of motion കുറച്ചും കൂടി വ്യത്യാസപ്പെടുത്തി ഞാൻ പറയാം. ഫോർ എവറി ആക്ഷൻ
ദർ ഷുഡ് ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. മനസ്സിലായോ? ദർ ഷുഡ് ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റം ചെയ്തവനെ തക്ക ശിക്ഷ കൊടുക്കണം. എന്നാലും ഇവിടെ കുറ്റകൃത്യങ്ങളൊക്കെ ഇല്ലാണ്ടാവുള്ളൂ. ഇന്നിപ്പോ ആർക്കും ഒന്നും പേടിക്കാനില്ല, എന്തും ചെയ്യാം, ഒന്നും പേടിക്കാനില്ല. കുറെ വക്കീലുമാരുണ്ട്, ഇതുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ വരുമ്പോ ഈ കുറ്റം തെളിയിക്കാൻ, ഈ കുറ്റം സംബന്ധിച്ച് കോടതി ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ലഘുവായിട്ടുള്ള ശിക്ഷ മേടിച്ച് പോകാനുള്ള സംവിധാനം വന്നു കഴിഞ്ഞാൽ വേറൊരു ദോഷമുണ്ട്. എന്താണെന്നറിയോ? ഈ വക്കീലുമാർക്ക് കുറെ പേർക്ക് പണിയില്ലാണ്ടാവും. ഇന്നിപ്പോ ഒരു അഡ്വക്കേറ്റ് ആളൂർ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മറ്റേ ഗോവിന്ദചാമീനെ രക്ഷപ്പെടുത്താൻ അഡ്വക്കേറ്റ് ആളൂരാ. മനസ്സിലായോ? അവന് ഈ ക്രിമിനൽ കേസ് മാത്രമേ നോക്കുള്ളൂ. ലക്ഷങ്ങൾ മേടിച്ചിട്ടാണ് ഓരോതെ അവൻ്റെ പിന്നെ പറഞ്ഞാൽ മതി, ഞാൻ ഇന്നയാളെ കൊന്നു, എന്നെ രക്ഷിക്കണം, എത്ര ലക്ഷം വേണ്ട എന്ന് പറഞ്ഞാൽ മതി, അത് ഏറ്റെടുത്തോളൂ അയാൾ. അപ്പൊ ഇവർക്ക് പണിയില്ലാണ്ടാവും. ഒരാൾ കുറ്റം സമ്മതിച്ചാൽ പിന്നെ എന്താ പണി, ശിക്ഷ? കുറ്റം സമ്മതിച്ച പിന്നെ വക്കീലിൻ്റെ ആവശ്യം എന്താ? മനസ്സിലായി? അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ. നമസ്കാരം.